അനാവശ്യമായി എന്റെ വഴിക്ക് കുറുകെ വന്നാ നടറോഡിലല്ല നിന്റെ വീട്ടിൽ കയറി എന്റെ ഭ്രാന്തങ്ങ് തീർക്കും. കാണോ നിനക്ക്? എന്റെ വഴിക്ക് കുറുകെ നിൽക്കാനും മാത്രം വളർന്നോ നീ? സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളോട് അതിന്റെ ഒരു തരിമ്പ് പോലും ഞാൻ കാണിക്കില്ല. നിനക്ക് ഞാൻ തരുന്ന അവസാനത്തെ വാണിംഗ് ആയത്. ഇനി മേലിൽ എന്റെ മോളെ കരുവാക്കി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് നീ മോഹിക്കണ്ട. ചിപ്പിയെ വെച്ചുള്ള നിന്റെ ഈ നാടകം കളി ഇവിടെ അവസാനിപ്പിച്ചോണം. ചിപ്പിമോളെ പോലൊരു കുഞ്ഞിനെ വെച്ച് നിങ്ങളോട് പ്രതികാരം തീർക്കാൻ മാത്രം അത്രയ്ക്ക് ചീപ്പല്ല നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ. നിങ്ങളോട് കണക്ക് തീർക്കാൻ എനിക്ക് സമയം വരും. അന്ന് തീർക്കും ഞാൻ. അത് നിന്റെ ആഗ്രഹം മാത്ര. അങ്ങനെ നീ പേടിപ്പിച്ച പേടിക്കുന്നവളല്ല ഈ അവന്തിക. മേലിൽ നീ എന്റെ മോളെ കണ്ടുപോരുത്. നമ്മൾ തമ്മിൽ പല കണക്കുകളും ഉണ്ട്. പക്ഷേ അതൊക്കെ തീർക്കാൻ എന്റെ മോളെ ആയുധമാക്കിയ പഴയ ഭർത്താവിന്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. തീർത്ത് കളയും നിന്നെ. നിങ്ങക്ക് പേടിയുണ്ടല്ലേ? ചിപ്പിമോള് കൈവിട്ടു പോകുന്നു. സത്യങ്ങൾ മനസ്സിലാക്കുമ്പോ അവള് നിങ്ങളെ വെറുക്കുമെന്ന് നിങ്ങളിപ്പോ ഭയപ്പെടുന്നു. അതാ നിങ്ങളിങ്ങനെ ഈ നടുറോഡില് ഈ ഷോ കാണിക്കുന്നതിന് കാരണം. പേടിയോ? എന്റെ കുഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ. ഇനി എന്റെ മോളുടെ പുറകെ വന്നാ ഈ അവന്തിക ആരാണെന്ന് നീ അറിയും. അവന്തിക വെറുമാക്ക് പറയില്ലെന്ന് നിനക്കറിയാലോ. എന്നാ കേട്ടോ, ചിപ്പിമോളെ ഇനിയും ഞാൻ കാണും, അവളോട് സംസാരിക്കും, കൂട്ടുകൂടുകയും ചെയ്യും. അവൾ എന്നെ സച്ചിയങ്ങളെന്ന് വിളിച്ചാ എവിടെയാണെങ്കിലും ഞാൻ ഓടിയെത്തി അവളെ കാണുകയും ചെയ്യും. എന്ത് ചെയ്യും നിങ്ങള്? അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചിലപ്പോ നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും ആ കുഞ്ഞ് നിങ്ങളെ വെറുക്കും. ഇല്ല, അവൾ എന്റെ മോളാ. ഞാനല്ലാതെ മറ്റാരും അവളെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. പ്രത്യേകിച്ച് നീ. നിങ്ങൾ അവളുടെ വളർത്തമ്മയായിരിക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അച്ഛനായും അമ്മയായും എത്ര ചമയാൻ ശ്രമിച്ചാലും എത്ര സ്നേഹം നൽകാൻ നോക്കിയാലും അതൊന്നും ഒരിക്കലും യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തോളം അതിനി വരില്ല. ദത്തെടുത്തന്റെ അവകാശം മാത്രമേ നിങ്ങൾക്കുള്ളൂ. പെറ്റമ്മയോളം വരില്ല ഒരു പോറ്റമ്മയും. അത് നിങ്ങൾ മറക്കണ്ട. ഇതുവരെ ചിപ്പിയെ ഞാൻ ആയുധമാക്കിയിട്ടില്ല. എന്റെ മോളെപ്പോലെ മാത്രമേ ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിപ്പിമോള് നിങ്ങളെ ഇപ്പൊ വെറുത്തു തുടങ്ങി.